അങ്ങനെ നമ്മളുടെ ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഹെന്നൂരിലാണ്. ഇപ്പോൾ ഹെന്നൂരിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അവിടുന്ന് ലഞ്ച്, അതിന് ശേഷം നമ്മൾ അടുത്ത പ്ലാൻ എന്തുവന്നാലും അവിടെ ചെയ്യുന്നതിന് ശേഷം നോക്കാം. നമ്മൾ വീണ്ടും യാത്രയിലേക്ക് പോവാണ്. ഇതാണ് ആ റിലേറ്റീവിൻ്റെ വീട്. വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു. അപ്പം ഇനി നമ്മൾ വീണ്ടും നമ്മുടെ യാത്രയിലേക്ക് തുടരുകയാണ്. നേരെ നമ്മൾ പോകുന്നു ബാംഗ്ലൂർ പാലസ്. അവിടെ നമ്മൾ പോകുന്നു അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, പിന്നെ ഇസ്കോൺ ടെമ്പിൾ, അങ്ങനെ കുറച്ചൊരു 5 സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൻ്റെ തന്നെ നഗരത്തിൽ കൂടെ അല്ല, റൂറൽ ഏരിയകളുടെയാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ഈ പോകുന്ന റൂട്ടുകളൊക്കെ തന്നെ ഫുള്ള് പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ റോഡുകളാണ്. ഫുള്ള് മരങ്ങളാണ്. സൈഡിൽ മൊത്തം ഉള്ളത് ഹൗസിംഗ് കോളനികളാണ്. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹൗസിംഗ് കോളനിക്കകത്തൂടെയുള്ള യാത്രകൾ എപ്പോഴും നമുക്ക് ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു ഫീലിംഗ് നൽകുന്നതാണ്. ആദ്യം ഇന്നത്തെ ദിവസത്തെ കാണാൻ വന്നിരിക്കുന്ന ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതതിൻ്റെ താഴെ പാർക്കിങ്ങിലാണ്. 20 രൂപയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. കൃഷ്ണൻ്റെ അമ്പലം എന്ന് പറയുന്നത് ഈ പുറകിലത്തെയാണ് കൃഷ്ണൻ്റെ അമ്പലം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഇനി ഉള്ളിലേക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഫോട്ടോ പറ്റുമോ ഉള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ വന്നേക്കുന്ന ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കൃഷ്ണ അമ്പലത്തിലേക്കാണ്. ഇസ്കോൺ ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു പുറകിലത്തേതാണ് ഇതിൻ്റെ ടെമ്പിൾ എന്നുള്ളത്. അപ്പം നമുക്ക് ഉള്ളിൽ വീഡിയോഗ്രാഫി ഇല്ല, എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് വന്നതിന് ശേഷം പറയാം. അപ്പം നേരെ ഇപ്പം ഞാൻ കാലേന്ന് ചെരുപ്പ് ഊരി, ചെരുപ്പ് ഇവിടെ ട്രാക്കിൽ ഫ്രീ ആയിട്ട് വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വെച്ചതിന് ശേഷം ദർശന എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിലെയാണ് ഉള്ളിലേക്ക് കിടക്കുന്നത്. ഉള്ളിൽ വീഡിയോഗ്രാഫി ഇല്ല. അപ്പം അവിടെ പോയതിന് ശേഷം നമുക്ക് കാണാം. ഈ ആളാണ് ഈ ഒരു ഇസ്കോൺ ശ്രീകൃഷ്ണൻ ടെമ്പിളിൻ്റെ ആചാര്യനും. ഇത് അമ്പലത്തിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് പോകേണ്ടത് ഇതിലെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിലേ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്കിവിടെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊരു നല്ലൊരു ഫൗണ്ടൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭയങ്കര റഷാണ് അകത്തേക്ക് പോകാൻ നേരം. ഈ പൊക്കത്തിലുള്ള ഇത്രയും വലിയൊരു ഉള്ളിലേക്കാണ് പോകാവുന്നത്. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ നേരം ഇവിടെ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ സെയിലിന് വേണ്ടി ഉള്ളതാണ്. ഭഗവത്ഗീത അങ്ങനത്തെ ഓരോ ഹിന്ദു പുരാതനങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ, കാര്യങ്ങൾ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാബാമാരുടെയും കാര്യങ്ങളുടെ ആചാര്യ ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ ഫോട്ടോസ് ഈ സൈഡിലുണ്ട്. ഇവിടെ വീഡിയോ പെർമിറ്റഡ് ആണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ ആദ്യം കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, ബോഡി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഇതാണ് ഇത് കൊടുത്തേക്കുന്നത്. ഒരു ചെറുപ്പത്തിൽ ചെറിയ പയ്യൻ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞ് ജനിച്ച് ഇവിടെ ഒരു ലൈഫ് സൈക്കിൾ തന്നെ കൊടുത്തേക്കുന്നത്. ATM കാർഡൊക്കെ ഉണ്ട്. പിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുട്ടായികൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പ്രതിമ വീണ്ടും ഇതിൻ്റെ താഴത്തെ നില, ഒരു രണ്ടാമത്തെ നില താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ പ്രതിമകൾ കാര്യങ്ങൾ ഒക്കെയാണ്. ചോക്ലേറ്റുകളുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അകത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു അമ്പലം പണിതതിൻ്റെ ആയിട്ടുള്ള ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ. ഹരേ കൃഷ്ണ ഹില്ല് 1988 എന്ന് പറയുന്ന ഒരു വലിയ ഹില്ല് ഇത് ചെയ്തിട്ടാണ്. ഹില്ലിൻ്റെ പുറത്താണ് ഇത് വലിയ ഇതായിട്ടുണ്ടാകുന്നത്. ഇവിടുത്തെ മെയിൻ അക്ഷയപാത്രം, കിച്ചണ്
കാര്യങ്ങൾ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡൊണേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അക്ഷയപാത്രം, അതുപോലെ തന്നെ നിത്യാനന്ദ സേവ, അതുപോലെ തന്നെ ലൈഫ് പാർട്ണർഷിപ്പ്, ജനറൽ ഡൊണേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മറ്റ് കൃഷ്ണൻ്റെയും രാധയുടെയും മറ്റ് ഓരോ സാധനങ്ങൾ. ഇവിടുത്തെ ഡ്രസ്സുകൾ കാര്യങ്ങൾ, ഓമിൻ്റെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. രാധാകൃഷ്ണ ബുക്സ് കാര്യങ്ങൾ. പിന്നെയാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഫ്രീ ആയിട്ട് വൈഫൈ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റാണ്. വൈഫൈ ഉണ്ട്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ആൾക്കാരുടെ പേരുകളൊക്കെ എഴുതി കുത്തി വച്ചേക്കുന്നതാണ്. സംഭവങ്ങളെല്ലാം ഒത്തിരി ഹാൻഡ് ക്രാഫ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. ഭയങ്കര തിരക്കുള്ളൊരു ഇതാണ്. ഇങ്ങനെ പോകുന്നു. ഓരോ പ്രസാദങ്ങളാണ്. കേസരി ബാത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ, ഓരോ ഫുഡ് ഐറ്റംസാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ. ഇവിടെ കൈ കഴുകാനായിട്ടുള്ളത് കാര്യങ്ങൾ എല്ലാം ഇവിടെയാണ്. അന്നദാനത്തിന് വേണ്ടിയുള്ള ഏരിയയാണ്. ഇവിടെയായിട്ട് ഫ്രീ ആയിട്ടുള്ള ഫുഡ്, പ്രസാദം ഇവിടെ വെച്ചാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മേടിച്ച് പ്രസാദവും കഴിക്കാം. ഈ ക്ഷേത്രം നമ്മൾ ഫുള്ളായിട്ട് കറങ്ങിയിട്ട് പോരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ ആ താഴെ ഫുട്വെയർ കളക്ഷനിനകത്താണ് നമ്മൾ നമ്മുടെ ചെരുപ്പ് വെച്ചത്. തിരിച്ചു ചെല്ലുമ്പോൾ ചെരുപ്പ് ഉണ്ടായിരിക്കുമോ. എന്താണ് ഇവിടുത്തെ ഫുഡ് ഐറ്റം നമുക്ക് നോക്കാം. ഇതാണെങ്കിൽ ഇലയ്ക്കകത്തുള്ള പ്ലേറ്റാണ്. നമ്മുടെ ഇലയും കൊണ്ടുള്ള പ്ലേറ്റാണ്. ഇലയിൽ പ്ലേറ്റിൽ മേടിച്ചതിന് ശേഷം അങ്ങേ അറ്റത്ത് വരുമ്പോഴാണ് ഇത് കിട്ടുന്നത്. എല്ലാവരും മേടിക്കുന്നുണ്ട്. വരുന്ന ആൾക്കാരെല്ലാവരും മേടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ചോറുകൊണ്ട് ഉള്ള ഇതാണ് ഇവിടുത്തെ പ്രസാദം. നമുക്ക് കഴിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു നോക്കാം. നമ്മുടെ ചോറും അതിനകത്ത് പയറും കടുകും അങ്ങനെ മസാലകളെല്ലാം കൂടി ഇട്ട് അടിപൊളിയായിട്ടുള്ളൊരു പ്രസാദമാണ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഈ ഒരു ടെമ്പിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പണ്ട് 1988 പണിത ഒരു ടെമ്പിളാണ്. ഈ ഒരു കൃഷ്ണ അമ്പലം, ഇസ്കോൺ ശ്രീകൃഷ്ണ രാധ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണനാണ് പ്രധാനപ്പെട്ട ദൈവം. അപ്പം ഇവിടുത്തെ കൃഷ്ണൻ്റെ പല വിഗ്രഹങ്ങളും പല ഭാവങ്ങളിലുള്ള കൃഷ്ണനെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നീണ്ട ഒരു ഫുഡിൻ്റെ കൗണ്ടറുണ്ട്. അത് ഒക്കെ പേ ചെയ്യണം നമ്മളൊരു എങ്ങനെ പോയാലും അകത്ത് ഈ 2500 മുതൽ 500 രൂപ വരെയുള്ള ദക്ഷിണകൾക്ക് കൂപ്പൺ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങളുടെ എല്ലാം റേറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് നോക്കിയാൽ അമ്പലം വരുന്നതിനും കാരണം വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 20 രൂപയുള്ളൂ. അല്ലാതെ അമ്പലത്തിൽ കയറുന്നതിന് ആർക്കും 1 രൂപ കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് പ്രസാദവും കഴിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. വന്നാൽ നമുക്കൊന്ന് കണ്ടിരിക്കാനായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നോക്കിക്കഴിയാൻ നേരം നമുക്ക് നേരെ കാണുന്ന മെട്രോ ഉണ്ട്. നമുക്കപ്പം നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെട്രോയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് മെട്രോയുടെ സ്റ്റേഷനുണ്ട്. ആ മേളിൽ നോക്കിയപ്പം കൃത്യമായിട്ട് നമുക്ക് ആ ദൂര കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഒത്തിരി അത്യാവശ്യം നല്ലോണം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. പ്രത്യേകം സ്റ്റാഫുകൾ കാര്യങ്ങൾ സാരിയും അതുപോലെ തന്നെ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഉള്ള ഇവിടെ സെക്യൂരിറ്റീസൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്നത് കാര്യങ്ങളും. മൊത്തത്തിൽ ഗുഡ്. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിലുള്ളതാണ് ഫ്രീഡം പാർക്ക്. ബാംഗ്ലൂരിൽ ഫ്രീഡം പാർക്ക് വിസിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പയ്യന്മാരാണ്.
ഈ ഫ്രീഡം പാർക്കിനെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് ബൃഹത് ബാംഗ്ലൂർ മഹാനഗര പാലിക ഫ്രീഡം പാർക്ക് ഓൾഡ് സെൻട്രൽ ജയിൽ ബംഗളൂരു. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ BR അംബേദ്കറിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു പോകാനായിട്ട് പോവുകയാണ്, ഇനി നടക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ എന്താണ്ടോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മിനിസ്റ്റർ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മിനിസ്റ്റർ, അതെ 5-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെ ടുലിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴാണ്. അപ്പം ഇതിവിടെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല ഈ ഫ്രീഡം പാർക്കിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും ഉള്ളത്. ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് റെഡ് കാർപ്പറ്റൊക്കെ ഉണ്ട്. റെഡ് കാർപ്പറ്റിൽ കൂടെ ഇങ്ങനെ നേരെ നടന്ന് പോകുമ്പോഴാണ് ഇത്. നമ്മളങ്ങനെ ഫ്രീഡം പാർക്കിൻ്റെ എൻട്രൻസ് ഗേറ്റ് കടന്ന് ശേഷം ഇവിടുത്തെ ഒരു പാരലൽ വോളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതിൽ നേരെ നടന്ന് പോകണം. അപ്പോൾ നമുക്ക് അതിനുള്ള കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ ഫ്രീഡം പാർക്കിലേക്ക് നേരെ കടക്കാൻ നേരം നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ശില്പ സംഗമ മേള എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇവിടെ നേരെ ജയിലിൻ്റെ ക്ലോക്ക് ടവർ കാണാം. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഓരോ ട്രഡീഷണൽ ആൾക്കാരും അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിതൊക്കെ ഒന്ന് കാണാം. എങ്ങനെയാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ട്രഡീഷണൽ സാധനം. ഇവിടെ ഗെയിം കളിക്കാനായിട്ടുള്ള ഏണിയും പാമ്പും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഡ്രസ്സുകൾ കാര്യങ്ങൾ, പുലിയുടെ ഒക്കെ തോലിൻ്റെ മാർക്കറ്റിൻ്റെ സംഭവങ്ങൾ. ഇത് ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ഓരോ ആൾക്കാരുടെയാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ആസാമിൽ നിന്നുള്ള ആൾക്കാരുടെ സാധനമാണ്. ഇത് അഹമ്മദാബാദിൽ നിന്നുള്ള ആൾക്കാരുടെ എക്കോ പ്രിൻ്റഡ് കുർത്തകൾ, ടീഷർട്ടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഗുജറാത്തിൻ്റെയാണ്. ഗുജറാത്തിൻ്റെ സ്റ്റോളിൽ ഗുജറാത്തി സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ, നമുക്കറിയാവുന്ന വെസ്റ്റ് ബംഗാൾ, നമ്മൾ നേരത്തെ പോയിട്ടുള്ളതാണ് വെസ്റ്റ് ബംഗാൾ. അവിടുത്തെ കോമൺ ആയിട്ടുള്ള സ്റ്റൈല്. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി. ഇപ്പുറത്തെ സൈഡിൽ ഉത്തർപ്രദേശിൻ്റെ മെയിനായിട്ടുള്ള കാർപ്പറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മധ്യപ്രദേശിൻ്റെ സ്റ്റോള്, നോർത്ത് ഡൽഹിയുടെ ഇത് സംഭവങ്ങൾ. പിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ അടുത്ത വേറെ ഏതൊരു സംസ്ഥാനത്തിൻ്റെ. ഇത് മധ്യപ്രദേശിൻ്റെ സാധനങ്ങളാണിത്, ഈ 3 സ്റ്റോളുകൾ. ഇവിടെ വരുമ്പോൾ ആസാമിലെ ആൾക്കാരുടെ സാരികൾ, ബീഹു ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊടുക്കുന്ന സാരികൾ ഇതാണ്ട്. ആ സാരിയൊക്കെ ബീഹു ഡാൻസിനുള്ള സാരി അതാണ് അങ്ങേയറ്റം. പിന്നെ ഇങ്ങ് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബാംഗിൾസ്. പിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ മധ്യപ്രദേശിൻ്റെ സെറ്റ് കവറുകൾ. ഇതാണെന്നുണ്ടെങ്കിൽ ഏത് സംസ്ഥാനമാണെന്നറിയത്തില്ല. നമ്മുടെ കേരളത്തിൽ കാണാറുള്ള പോലത്തെ ഇതേണ്ട നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെയാണ് സ്റ്റാള്. ഇവിടെ പക്ഷെ എഴുതി വെച്ചേക്കുന്നത് രാജസ്ഥാൻ, ഇത് മധ്യപ്രദേശ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സ്റ്റാളാണ്. അപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇത് സ്റ്റോളുകളാണ്. നമ്മൾ മുമ്പേ കണ്ട അകത്തൂടെയാണ്, നമ്മളിപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഇറങ്ങുന്നത്. കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. ഇത് അത്ര വലിയ ഇതൊന്നുമില്ല, കാണാനായിട്ട് ഒത്തിരിയൊന്നും ഇല്ല. പക്ഷെ ഈ പരിപാടി നടക്കുന്നത് കൊണ്ട് കുറച്ചേറെ സാധനങ്ങളുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പെയിൻറ്റിങ്ങും കാര്യങ്ങളും. അങ്ങനെ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഫ്രീഡം പാർക്ക് കണ്ടപ്പോഴത്തേക്ക്, ഫ്രീഡം പാർക്കിൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും സാധനങ്ങളുള്ളത്.
പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് പഴയ ജയിലിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇതാണ് പഴയ ജയിലിൻ്റെ എൻട്രൻസ്. ഇതിലേക്കൂടെ പഴയ ജയിലിൻ്റെ ഇടയിൽ ആൾക്കാർ വരുന്നു. അതുപോലെ തന്നെ ആ സൈഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജയിലുകൾ, നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പോലെ തന്നെ, പക്ഷെ അത്ര വലിയ ജയിലല്ല. അത്യാവശ്യം ആ സൈഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ക്വാർട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജയിൽ, സാധാ ഒരു ജയിൽ എങ്ങനെയാണോ ആ ജയിലിലെ പോലെ തന്നെയാണ് സെയിം പഴയതും ഇവിടത്തെ തന്നെ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങളുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അത്ര വലിയതായിട്ട് നിർബന്ധമായിട്ട് വന്ന് കാണണം എന്നുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ബൈക്കിലെ യാത്രയ്ക്ക് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലം നമ്മൾ എല്ലാവരും നമ്മളുടെ ഹിസ്റ്ററി പുസ്തകത്തിലൊക്കെ പഠിക്കുന്നൊരു സ്ഥലമാണ്. എൻ്റെ പുറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ വിധാൻ സൗധ. വിധാൻ സൗധയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെൻറ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നടക്കുന്ന സെക്രട്ടേറിയറ്റാണ് ഈ വിധാൻ സൗധ. ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള, അല്ലെങ്കിൽ ലെജിസ്ലേഷനുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഇത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഏറ്റവും ഭംഗിയുള്ളതും ഇത് ദ്രാവിഡന്മാർ പണിതതുമായിട്ടാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലങ്ങളുള്ളതാണ് ബാംഗ്ലൂരിലേത് ഈ കാണുന്ന സ്ഥലം. വിധാൻ സൗധ പോലെ മറ്റൊരു സ്ഥലമാണ് ഹൈക്കോർട്ട് ഓഫ് കർണാടക. വിധാൻ സൗധയുടെ നേരെ ഓപ്പോസിറ്റിലാണ്. പക്ഷേ ഇവിടെ രണ്ടിടത്തും നമുക്ക് എൻട്രി ഇല്ല. ഈ കാണുന്നതാണ് വിധാൻ സൗധ. ഇങ്ങനെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എൻ്റയർലി പിക്ചർ ഓഫ് വിധാൻ സൗധ നമുക്ക് കിട്ടും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പിക്ചർ ഓഫ്. നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഓഫ് കർണാടക. ലൈബ്രറിയുടെ ഫ്രണ്ട് വശത്തുള്ളത് കബൺ പാർക്കാണ്. അപ്പം ഇവിടെ ഒന്ന് കാണാനായിട്ടാണ് വന്നത്. അപ്പം ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. വല്ല ആൾക്കാരെ കൊണ്ടൊക്കെ വന്നിരിക്കാനായിട്ടൊക്കെ അടിപൊളി സ്ഥലമാണ്. പിന്നാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ നടക്കാനായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതൽ.